ഫ്ലെയിംസ് ആൻഡ് ഹാപ്പിനെസിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. യൂണിയൻ ബാങ്കിൽ ചെന്ന് കഴിഞ്ഞാൽ നമ്മുടെ അക്കൗണ്ടിലേക്കോ അല്ലെങ്കിൽ മറ്റൊരാളുടെ അക്കൗണ്ടിലേക്കോ ക്യാഷ് ഡെപ്പോസിറ്റ് ചെയ്യാനായി അവിടെ ഒരു ക്യാഷ് ഡെപ്പോസിറ്റ് ഫോം അഥവാ ക്യാഷ് ഡെപ്പോസിറ്റ് സ്ലിപ്പ് വെച്ചിട്ടുണ്ട്. അതെങ്ങനെ പൂരിപ്പിക്കാമെന്ന് ഈ വീഡിയോയിലൂടെ നമുക്ക് നോക്കാം. ക്യാഷ് ഡെപ്പോസിറ്റ് ഫോം എങ്ങനെ നമുക്ക് ഇംഗ്ലീഷിൽ പൂരിപ്പിക്കാമെന്ന് ആദ്യം നോക്കാം. അത് കഴിഞ്ഞ് മലയാളത്തിൽ എങ്ങനെ പൂരിപ്പിക്കാമെന്നും നോക്കാം. അതുകൊണ്ട് വീഡിയോ അവസാനം വരെ കണ്ട് എല്ലാ കാര്യങ്ങളും മനസ്സിലാക്കുക. യൂണിയൻ ബാങ്കിൽ അക്കൗണ്ട് തുടങ്ങുന്നതിനുള്ള ഫോം മുതൽ വിഡ്രോവൽ ഫോം, ATM കാർഡിനുള്ള അപേക്ഷാ ഫോം പോലുള്ള ഫോമുകളൊക്കെ എങ്ങനെ പൂരിപ്പിക്കാം എന്നതിനെക്കുറിച്ചുള്ള വീഡിയോകൾ ഞങ്ങൾ ഇതിനു മുമ്പ് ചെയ്തിട്ടുണ്ട്. ആ വീഡിയോകളെല്ലാം ഉൾപ്പെട്ട പ്ലേലിസ്റ്റിൻ്റെ തമ്പനയിൽ ഈ വീഡിയോയുടെ അവസാന സ്ക്രീനിൽ വരുന്നതാണ്. അതിൽ പ്രസ് ചെയ്ത് യൂസ്ഫുള്ളായ ആ വീഡിയോകളൊക്കെ നിങ്ങൾക്ക് ഓപ്പൺ ചെയ്യാവുന്നതാണ്. ഈ വീഡിയോയ്ക്ക് ഇപ്പോൾ തന്നെ ഒരു ലൈക്ക് കൊടുത്തുകൊണ്ട് വീഡിയോ കാണുക. കാരണം നിങ്ങളുടെ പ്രോത്സാഹനം ഞങ്ങൾക്ക് ആവശ്യമാണ്. അതുപോലെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്കൊക്കെ ഈ വീഡിയോ ഷെയറും ചെയ്യാം. ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ഒപ്പം ആ ബെല്ലൈക്കൺ കൂടി പ്രസ് ചെയ്ത് അതും എനേബിൾ ചെയ്യുക. എങ്കിൽ യൂട്യൂബ് നിങ്ങൾ ഓപ്പൺ ചെയ്യുമ്പോൾ ഞങ്ങളുടെ വീഡിയോകൾ വളരെ പെട്ടെന്ന് നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. എന്നാൽ ശരി, ഡെപ്പോസിറ്റ് ഫോം എങ്ങനെ പൂരിപ്പിക്കാമെന്ന് നമുക്ക് നോക്കാം. ഇതാണ് യൂണിയൻ ബാങ്കിൻ്റെ ക്യാഷ് ഡെപ്പോസിറ്റ് ഫോം. ആദ്യം ഇതിൽ ഇംഗ്ലീഷിൽ എങ്ങനെ നമുക്കിത് പൂരിപ്പിക്കാമെന്ന് നോക്കാം. അതിനുശേഷം മലയാളത്തിൽ എങ്ങനെ പൂരിപ്പിക്കാമെന്നും കാണിക്കാം. ഈ ഫോമിൻ്റെ ഏറ്റവും മുകളിൽ റൈറ്റ് സൈഡിലായിട്ട് ഡേറ്റ് ആണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾ ഈ ക്യാഷ് ഡെപ്പോസിറ്റ് ചെയ്യുന്ന ഡേറ്റ് അവിടെ എഴുതുക. ഇനി അതിൻ്റെ താഴെ SB, CD, CC തുടങ്ങിയ ഓപ്ഷനുകളുണ്ട്. SB എന്ന് പറയുന്നത് സേവിങ്സ് അക്കൗണ്ട് ആണ്. CD എന്ന് പറയുന്നത് കറണ്ട് അക്കൗണ്ട് ആണ്. അപ്പോൾ ഒട്ടുമിക്ക ആളുകളുടെ അക്കൗണ്ട് സേവിങ്സ് അക്കൗണ്ട് തന്നെയാണ്. അപ്പോൾ SB എന്നതിലാണ് നമ്മൾ ടിക്ക് ചെയ്യേണ്ടത്. ഇനി പ്രത്യേകമായിട്ട് കറണ്ട് അക്കൗണ്ട് തുടങ്ങിയവരാണെങ്കിൽ അവർക്ക് തങ്ങളുടെ കറണ്ട് അക്കൗണ്ട് ആണെന്ന് അറിയാം. അപ്പോൾ അവർ CDയിൽ ടിക്ക് ചെയ്യുക, അല്ലാത്തവർ CCയിലും ടിക്ക് ചെയ്യുക. ഇനി അതിൻ്റെ താഴെ ലെഫ്റ്റ് സൈഡിലായിട്ട് ബാങ്കിൻ്റെ ബ്രാഞ്ച് ഏതാണെന്ന് ചോദിച്ചിരിക്കുന്നു. അവിടെ നിങ്ങളുടെ ബ്രാഞ്ചിൻ്റെ പേര് എഴുതുക. ഞാനിവിടെ മണ്ണാർക്കാട് എന്ന് എഴുതിയിരിക്കുന്നു. ഇനി അതിൻ്റെ റൈറ്റ് സൈഡിൽ അക്കൗണ്ട് നമ്പറാണ് ചോദിച്ചിരിക്കുന്നത്. അക്കൗണ്ട് നമ്പർ എഴുതുമ്പോൾ നിങ്ങളിവിടെ ഒരു കാര്യം ശ്രദ്ധിക്കുക. നിങ്ങളുടെ അക്കൗണ്ടിലേക്ക് തന്നെയാണ് ക്യാഷ് ഡെപ്പോസിറ്റ് ചെയ്യുന്നതെങ്കിൽ നിങ്ങളുടെ പാസ്ബുക്കിലുള്ള അക്കൗണ്ട് നമ്പറാണ് എഴുതേണ്ടത്. എന്നാൽ മറ്റൊരാളുടെ അക്കൗണ്ടിലേക്കാണ് നിങ്ങൾ ക്യാഷ് ഡെപ്പോസിറ്റ് ചെയ്യുന്നതെങ്കിൽ അവരുടെ അക്കൗണ്ട് നമ്പർ എന്താണോ അതാണ് നിങ്ങളിവിടെ എഴുതേണ്ടത്. ഇനി അതിൻ്റെ താഴെ ലെഫ്റ്റ് സൈഡിൽ ഫോർ ദ ക്രെഡിറ്റ് ഓഫ് എന്ന് ചോദിച്ചിട്ടുണ്ട്. അതായത് അക്കൗണ്ട് ആരുടെയാണോ അവരുടെ പേര് ഇവിടെ എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ നിങ്ങളുടെ അക്കൗണ്ടിലേക്ക് തന്നെയാണ് നിങ്ങൾ ക്യാഷ് ഡെപ്പോസിറ്റ് ചെയ്യാൻ പോകുന്നതെങ്കിൽ നിങ്ങളുടെ പേര് എഴുതുക. അല്ല മറ്റൊരാളുടെ അക്കൗണ്ടിലേക്കാണ് ഡെപ്പോസിറ്റ് ചെയ്യാൻ പോകുന്നതെങ്കിൽ ആ വ്യക്തിയുടെ പേരാണ് ഇവിടെ എഴുതേണ്ടത്. അപ്പം ഞാൻ എൻ്റെ അക്കൗണ്ടിലേക്ക് തന്നെയാണ് ക്യാഷ് ഡെപ്പോസിറ്റ് ചെയ്യുന്നത്, അതുകൊണ്ട് എൻ്റെ പേര് ഇവിടെ എഴുതുന്നു. ഇനി അതിന് താഴെയുള്ള കോളത്തിൽ ഡ്രോൺ ഓൺ ബാങ്ക്, ബ്രാഞ്ച്, ചെക്ക് നമ്പർ തുടങ്ങിയ ഓപ്ഷനുകളാണ്. നമ്മൾ ചെക്ക് ഉപയോഗിച്ചുകൊണ്ടാണ് ക്യാഷ് ഡെപ്പോസിറ്റ് ചെയ്യാൻ പോകുന്നതെങ്കിൽ ആ ചെക്കിനെ സംബന്ധിച്ച വിവരങ്ങളാണ് ഇവിടെ എഴുതേണ്ടത്. പക്ഷെ ഞാൻ ഈ വീഡിയോയിൽ ചെക്ക് ഉപയോഗിക്കാതെ ഈ ഫോം മാത്രം പൂരിപ്പിച്ചുകൊണ്ട് എങ്ങനെ ക്യാഷ് ഡെപ്പോസിറ്റ് ചെയ്യാമെന്നാണ് കാണിക്കുന്നത്. അങ്ങനെ ഈ ഫോം വഴി മാത്രം നമ്മൾ ക്യാഷ് ഡെപ്പോസിറ്റ് ചെയ്യുമ്പോൾ ചെക്കിൻ്റെ ഈ ഓപ്ഷനുകൾ നമ്മൾ പൂരിപ്പിക്കേണ്ടതില്ല. ഇനി അതിൻ്റെ റൈറ്റ് സൈഡിൽ നമ്മൾ ഡെപ്പോസിറ്റ് ചെയ്യാൻ പോകുന്ന ക്യാഷിലെ കറൻസികളെ സംബന്ധിച്ച വിവരങ്ങളാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ ഇതിൽ 2000 മുതൽ 5 രൂപ വരെയുള്ള കറൻസികളെ ഇവിടെ കാണിച്ചിട്ടുണ്ട്. അതിൽ 2000ഉം 1000ഉം ഇപ്പോൾ ഇല്ല എന്ന് നമുക്കറിയാം. അടുത്തത് 500 ആണ്. നിങ്ങളുടെ കൈവശം ഈ ഡെപ്പോസിറ്റിലേക്കായിട്ട് 500ൻ്റെ എത്ര കറൻസികൾ, അതായത് എത്ര എണ്ണം കറൻസികൾ ഉണ്ടെന്ന് ആ 500ൻ്റെ അടുത്തുള്ള കോളത്തിൽ എഴുതണം. ഇനി അതല്ലെങ്കിൽ 500ൻ്റെ ഇപ്പുറത്ത് ഇൻഡ്യൂ മാർക്ക് കാണുന്നില്ലേ, അതിൻ്റെ തൊട്ട് ഇപ്പുറത്തായിട്ട് എത്ര എണ്ണം എന്ന് എഴുതിയാലും മതി. അങ്ങനെ നിങ്ങളുടെ കൈവശമുള്ള 500 രൂപകളെ ടോട്ടൽ കൂട്ടുമ്പോൾ എത്ര രൂപയാണോ വരുന്നത് അത് ആ റുപ്പീസ് എന്നൊരു കോളം കാണുന്നില്ലേ, അതിൻ്റെ താഴെ 500ൻ്റെ നേരെയായിട്ട് നിങ്ങൾ എഴുതണം. അപ്പോൾ എൻ്റെ കയ്യിൽ 4 500ൻ്റെ കറൻസികളാണ് ഉള്ളത്. അപ്പം ഞാൻ ഈ കോളത്തിൽ 4 എന്ന് എഴുതുന്നു. അപ്പം 4 500കളെയും കൂട്ടുമ്പോൾ എത്രയാണ്? 2000 ആണല്ലോ. ആ 2000 ആ റുപ്പീസ് എന്നതിൻ്റെ താഴെയുള്ള കോളത്തിൽ എഴുതുന്നു. അപ്പം ഈ രീതിയിലാണ് താഴേക്ക് കാണുന്ന ഓരോ കറൻസികളെയും എഴുതേണ്ടത്. മറ്റു തരത്തിൽപ്പെട്ട കറൻസികൾ നിങ്ങളുടെ കൈവശം ഉണ്ടെങ്കിൽ മാത്രം ഇങ്ങനെ എഴുതിയാൽ മതി. അല്ല നിങ്ങളുടെ കൈവശം 500ൻ്റെ കറൻസി മാത്രമേ ഉള്ളൂ എങ്കിൽ ഇതുപോലെ എഴുതിയതിന് ശേഷം ആ ടോട്ടലിനെ ഏറ്റവും താഴെ കാണുന്ന കോളത്തിൽ എടുത്തെഴുതിയാൽ മതി. അപ്പോൾ എൻ്റെ കൈവശം എല്ലാ തരം കറൻസിയും ഉണ്ടെന്ന് നിങ്ങൾ കരുതുക. കാരണം നിങ്ങൾക്ക് മനസ്സിലാകാൻ വേണ്ടി ഞാൻ ഇവിടെ ഒന്ന് എഴുതി കാണിക്കാം. ഇനി 500ൻ്റെ താഴെ 200 ആണ്. അപ്പോൾ 200ൻ്റെ 6 എണ്ണം. അപ്പോൾ 6 × 200 1200. അത് ഞാൻ ഇവിടെ എഴുതി. അതിന് താഴെ 100
100 3 300 എന്ന് ഇവിടെ എഴുതി. 50ന്റെ 10 500, 20ന്റെ 10 200, 10ന്റെ 20 അപ്പോൾ 200, 5ന്റെ 20 അപ്പോൾ 100. ഇനി അതിന് താഴെ കോയിൻസ് ഉണ്ടെങ്കിൽ അതും എഴുതാൻ ഇവിടെ കാണിച്ചിട്ടുണ്ട്. അപ്പോൾ എൻ്റെ കയ്യിൽ 10 രൂപയുടെ ഒരു 10 കോയിൻസ് ഉണ്ടെന്ന് കരുതുക. അപ്പോൾ ഞാനിവിടെ 10 എന്ന് എഴുതിയിട്ട് ഇൻറ്റു 10 എന്ന് എഴുതി. അപ്പോൾ ടോട്ടൽ 100 അതിപ്പുറത്തും എഴുതി. ഇനി 5 രൂപയാണ് നിങ്ങളുടെ കൈവശം ഉള്ളതെങ്കിൽ അതും ഇതേപോലെ നിങ്ങൾക്ക് എഴുതാവുന്നതാണ്. അങ്ങനെ നമ്മൾ എല്ലാ കറൻസികളുടെ ടോട്ടൽ ഇവിടെ എഴുതിയതിന് ശേഷം അത് മൊത്തമായിട്ട് കൂട്ടുമ്പോൾ എത്രയാണെന്ന് താഴെയും ഇതേപോലെ എഴുതുക. ഇപ്പോൾ ഇവിടെ ഞാൻ ടോട്ടൽ കൂട്ടുമ്പോൾ 4600 രൂപയാണ് വന്നിരിക്കുന്നത്. അത് ഞാനിവിടെ എഴുതിയിട്ടുണ്ട്. അപ്പോൾ ഈ ഭാഗം നിങ്ങൾക്ക് വ്യക്തമായി മനസ്സിലായി എന്ന് ഞാൻ കരുതുന്നു. ഇനി അടുത്ത കാര്യം പറയാം. ഇനി അടുത്തതായിട്ട് അതിൻ്റെ ലെഫ്റ്റ് സൈഡിൽ റുപ്പീസ് ഇൻ വേർഡ്സ് എന്ന് കൊടുത്തിരിക്കുന്നു. അപ്പോൾ എത്ര രൂപയാണോ അത് വേർഡ്സിൽ, അതായത് ഇംഗ്ലീഷിൽ എഴുതാനാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഞാനിവിടെ 4600 ഓൺലി എന്ന് എഴുതിയിട്ടുണ്ട്. ഇവിടെ നിങ്ങളൊരു കാര്യം ശ്രദ്ധിക്കുക, നമ്മളിതിൽ ക്യാഷ് എഴുതുമ്പോൾ അക്കത്തിലും അക്ഷരത്തിലും എഴുതുന്നുണ്ടല്ലോ. അത് എന്തിനാണെന്ന് വെച്ചാൽ നമ്മൾ എഴുതിയിരിക്കുന്ന ക്യാഷിൽ ബാങ്കിൽ എന്തെങ്കിലും ഒരു സംശയം അവർക്ക് വരികയാണെങ്കിൽ അക്കത്തിൽ എഴുതിയിരിക്കുന്ന ക്യാഷിനേക്കാൾ അക്ഷരത്തിൽ എന്താണോ എഴുതിയിരിക്കുന്നത് അതിനാണ് അവർ പ്രാധാന്യം നൽകുക. അതുകൊണ്ട് തന്നെ നമ്മൾ ക്യാഷ് അക്ഷരത്തിൽ അഥവാ വേർഡ്സിൽ എഴുതുമ്പോൾ കറക്റ്റായിട്ട് തന്നെ എഴുതേണ്ടതാണ്. അക്കത്തിൽ എഴുതുമ്പോൾ നമ്മൾ കറക്റ്റായിട്ട് തന്നെയാണ് എഴുതേണ്ടത്. പക്ഷേ ക്യാഷ് എഴുതിയ കാര്യത്തിൽ ബാങ്കിൽ എന്തെങ്കിലും ഒരു സംശയം വരികയാണെങ്കിൽ അക്കത്തിൽ എഴുതിയതിനേക്കാൾ കൂടുതൽ അക്ഷരത്തിൽ എഴുതിയതിനാണ് അവർ പ്രാധാന്യം കൊടുക്കുന്നത്. ഇനി അതിന് താഴെ മൊബൈൽ നമ്പറാണ് ചോദിച്ചിരിക്കുന്നത്. ഇവിടെ നിങ്ങളുടെ മൊബൈൽ നമ്പർ എന്തായാലും എഴുതേണ്ടതാണ്. കാരണം ഈ ഡെപ്പോസിറ്റുമായി ബന്ധപ്പെട്ട് നിങ്ങളെ പിന്നീട് എന്തിനെങ്കിലും ബാങ്കിൽ നിന്ന് കോൺടാക്ട് ചെയ്യേണ്ട ആവശ്യം വരികയാണെങ്കിൽ നിങ്ങളെ വിളിക്കാൻ വേണ്ടിയിട്ടാണ് ഇവിടെ മൊബൈൽ നമ്പർ ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ നിങ്ങളുടെ അക്കൗണ്ടുമായി ലിങ്ക് ചെയ്തിരിക്കുന്ന മൊബൈൽ നമ്പർ നിങ്ങൾ ഇപ്പോഴും ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നുണ്ടെങ്കിൽ ആ രജിസ്റ്റേർഡ് മൊബൈൽ നമ്പർ ഇവിടെ എഴുതിയാൽ മതി. അല്ല, നിങ്ങൾ ലിങ്ക് ചെയ്ത മൊബൈൽ നമ്പർ അല്ല ഇപ്പോൾ ഉപയോഗിക്കുന്നതെങ്കിൽ നിലവിൽ നിങ്ങൾ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന മൊബൈൽ നമ്പർ ഏതാണോ അതിവിടെ എഴുതുക. ഇനി അതിൻ്റെ റൈറ്റ് സൈഡിൽ പാൻ കാർഡ് നമ്പറാണ് ചോദിച്ചിരിക്കുന്നത്. പക്ഷേ ഈ ഒരു ഡെപ്പോസിറ്റിന് ഞാനിതിൽ പാൻ കാർഡ് നമ്പർ എഴുതണമെന്ന് നിർബന്ധമില്ല. അതിൻ്റെ കാരണം എന്താണെന്ന് ഈ വീഡിയോയിൽ തന്നെ പിന്നെ കാണിക്കാം. ഇനി അതിന് താഴെ സിഗ്നേച്ചർ ആണ്. ഇവിടെ നിങ്ങളൊരു കാര്യം ശ്രദ്ധിക്കുക, നിങ്ങളുടെ അക്കൗണ്ടിലേക്ക് തന്നെയാണ് ക്യാഷ് ഡെപ്പോസിറ്റ് ചെയ്യുന്നതെങ്കിലും അല്ല മറ്റൊരാളുടെ അക്കൗണ്ടിലേക്കാണ് നിങ്ങൾ ക്യാഷ് ഡെപ്പോസിറ്റ് ചെയ്യുന്നതെങ്കിലും നിങ്ങളുടെ സിഗ്നേച്ചർ തന്നെയാണ് ഇവിടെ കൊടുക്കേണ്ടത്. അപ്പം ഞാനിവിടെ ആ സിഗ്നേച്ചർ എന്നതിന് താഴെയായിട്ട് എൻ്റെ സൈൻ ചെയ്ത് കഴിഞ്ഞു. ഇനി ഈ ഫോമിൻ്റെ ലെഫ്റ്റ് ഭാഗത്തായിട്ട് കുറച്ച് കാര്യങ്ങൾ എഴുതാനുണ്ട്. ആദ്യം തന്നെ ഏറ്റവും മുകളിൽ ഡേറ്റ് എഴുതുന്നു, പിന്നെ ബ്രാഞ്ച് ഏതാണെന്ന് എഴുതുന്നു. അടുത്തത് അക്കൗണ്ട് ടൈപ്പ് ആണ്. അപ്പോൾ SB എന്നത് ടിക്ക് ചെയ്യുന്നു. അതിൻ്റെ താഴെ അക്കൗണ്ട് നമ്പർ എഴുതുന്നു. പിന്നെ അതിനും താഴെ പേര് എഴുതുന്നു. പിന്നെ അതിന് താഴെ ക്യാഷ് എത്ര രൂപയാണ് ടോട്ടൽ എന്ന് ഇതുപോലെ നമ്മൾ അക്കത്തിൽ എഴുതുന്നു. ഇനി അതിന് താഴെ വേർഡ്സിൽ എത്ര രൂപയാണെന്ന് ഇതുപോലെ എഴുതുന്നു. ഇപ്പൊ എഴുതിയ ഭാഗം സീൽ ചെയ്തിട്ട് അത് കീറിയിട്ട് നമുക്ക് തന്നെ അവർ തിരിച്ചു തരുന്നതാണ്. കാരണം നമ്മൾ ഈ ഡെപ്പോസിറ്റ് ചെയ്തതിൻ്റെ ഒരു തെളിവായിട്ട് നമ്മൾ ഉപയോഗിക്കാൻ വേണ്ടിയാണത്. ഇപ്പോൾ ഈ ഡെപ്പോസിറ്റ് നമ്മുടെ അക്കൗണ്ടിലേക്ക് ക്രെഡിറ്റ് ആയിട്ടില്ല എന്ന വല്ല സംശയവും നമുക്ക് വരികയാണെങ്കിൽ ഈ കൗണ്ടർ ഫയലിൻ്റെ സ്ലിപ്പ് നമുക്ക് അവിടെ കാണിച്ചു കഴിഞ്ഞാൽ അത് അവർ ശരിയാക്കി തരുന്നതാണ്. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ഇനി ഈ ഫോം യൂണിയൻ ബാങ്കിൻ്റെ ക്യാഷ് കൗണ്ടറിൽ കൊടുത്ത് എനിക്ക് ഡെപ്പോസിറ്റ് ചെയ്യാവുന്നതാണ്. ഇനി പാൻ കാർഡ് നമ്പർ എന്തുകൊണ്ട് ഞാൻ ഈ സ്ലിപ്പിൽ എഴുതിയില്ല എന്ന് കാണിക്കാം. അതിനായിട്ട് ഞാൻ വേറൊരു ഫോം ഫില്ല് ചെയ്തിട്ടുണ്ട്. നേരത്തെ എഴുതിയ പോലെ തന്നെയാണ് ഞാൻ ഈ ഫോം എഴുതിയിരിക്കുന്നത്. പക്ഷേ ഞാനിതിൽ ഡെപ്പോസിറ്റ് ചെയ്യാൻ പോകുന്ന ക്യാഷിൽ വ്യത്യാസമുണ്ട്. ഇവിടെ ശ്രദ്ധിക്കുക, 500ൻ്റെ 120 കറൻസിയാണുള്ളത്. അപ്പോൾ 60,000 രൂപയുണ്ട്. അത് ഞാനിവിടെ എഴുതിയിട്ടുണ്ട്. അപ്പോൾ 49,900 രൂപയ്ക്ക് മുകളിലൊരു സംഖ്യയാണ് നമ്മൾ ഡെപ്പോസിറ്റ് ചെയ്യുന്നതെങ്കിൽ മാത്രം നമ്മളിവിടെ നമ്മുടെ പാൻ കാർഡ് നമ്പർ എഴുതിയാൽ മതിയാകും. അതുകൊണ്ട് തന്നെ ഞാനിവിടെ താഴെ പാൻ കാർഡ് നമ്പർ ഇപ്പോൾ എഴുതിയിട്ടുണ്ട്. മലയാളത്തിൽ നമ്മൾ ഈ ഫോം പൂരിപ്പിക്കുമ്പോൾ 3 കാര്യങ്ങളിലെ മാറ്റമുള്ളൂ. ഒന്ന് ആ ബ്രാഞ്ചാണ്. അവിടെ ഇതുപോലെ ബ്രാഞ്ച് മലയാളത്തിൽ എഴുതുക. അതിൻ്റെ താഴെ പേര് എഴുതുമ്പോഴും മലയാളത്തിൽ എഴുതുക. ഇനി ക്യാഷ് എത്രയാണെന്ന് വേർഡ്സിൽ എഴുതുമ്പോൾ ഇതുപോലെ എത്ര രൂപയാണോ അതോടൊപ്പം മാത്രം എന്നുകൂടി ചേർക്കുക. അതേപോലെ ഫോമിന്റെ ലെഫ്റ്റ് സൈഡിലുള്ള കൗണ്ടർ ഫയലിലും ഈ 3 കാര്യങ്ങൾ നിങ്ങൾക്ക് മലയാളത്തിൽ എഴുതാം. പിന്നെ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ നേരത്തെ പൂരിപ്പിച്ച പോലെ തന്നെയാണ് എഴുതേണ്ടത്. അപ്പോൾ ഈ രീതിയിലാണ് യൂണിയൻ ബാങ്കിന്റെ ക്യാഷ് ഡെപ്പോസിറ്റ് സ്ലിപ്പ് പൂരിപ്പിക്കേണ്ടത്. ഈ വീഡിയോ നിങ്ങൾക്ക് മനസ്സിലായി പ്രയോജനപ്പെട്ടു എന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു. വീണ്ടും യൂസ്ഫുള്ളായ മറ്റൊരു വീഡിയോയുമായി ഞങ്ങൾ വരുന്നതുവരെ ക്യാമറാമാൻ സോണിയോടൊപ്പം മാർട്ടിൻ. ബൈ.